അപ്പോൾ ഇന്ന് ഞാൻ വന്നത് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് ഫോണിൽ നമ്മൾ അതീവ രഹസ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് പുറത്ത് മറ്റുള്ളവർ അറിയുന്നതെന്ന്. ഇന്ന് കോടതികൾ പോലും പ്രതികൾ ചെയ്തിരിക്കുന്ന തെറ്റുകൾ ഡിജിറ്റൽ തെളിവുകളായി എടുക്കുന്നത് അവർ ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോണിൽ നിന്നാണ്. എങ്ങനെയാണ് നമ്മൾ രഹസ്യമായി ചെയ്യുന്ന പല കാര്യങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ മറ്റുള്ളവരിലേക്ക് പോകുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ. അത് മാത്രമല്ല കേട്ടോ, അതെങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം, ഇതിന്റെ സെറ്റിംഗ്സ് എവിടെയാണ് കിടക്കുന്നത്, ഇത്തരം കാര്യങ്ങളാണ് വീഡിയോ. തുടർന്ന് കണ്ടാൽ ഉറപ്പായിട്ട് ഉപകാരപ്രദമാകും. ഈ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുത്ത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം നമ്മുടെയൊക്കെ ഫോണിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഗൂഗിൾ ക്രോം. എന്താ ഈ കിടക്കുന്നു നമ്മുടെ ആപ്ലിക്കേഷൻ. ഇവനെ ഞാനങ്ങ് ഓപ്പൺ ചെയ്യുകയാണ്. ഓപ്പൺ ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യം നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുക. ഞാനിത് ഇവിടെ കിടക്കുന്നുണ്ട് സംഭവം. ഹൗ ടു മേക്ക് എ ഫേക്ക് വാട്സപ്പ് അക്കൗണ്ട് ഞാനൊന്ന് സെർച്ച് ചെയ്യുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡീറ്റെയിൽസ് യൂട്യൂബ് വീഡിയോ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് വെബ്സൈറ്റുകൾ വരുന്നുണ്ട്. ജസ്റ്റ് ഞാൻ ഈ വെബ്സൈറ്റിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫേക്കായിട്ട് എങ്ങനെയാണ് വാട്സപ്പ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ആ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് പോവുകയാണ്. വീണ്ടും ഞാൻ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് മറ്റെന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്യാൻ വേണ്ടി സെർച്ചിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ ഇന്ന് സെർച്ച് ചെയ്ത്, ഇന്നലെ സെർച്ച് ചെയ്തത്, കഴിഞ്ഞ ദിവസങ്ങളിൽ സെർച്ച് ചെയ്തത്, കഴിഞ്ഞ മാസങ്ങളിൽ സെർച്ച് ചെയ്തത്, അതുപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് സെർച്ച് ചെയ്തതെല്ലാം ഇതുപോലെ കാണുന്നതാണ്. ഇത് പലരും ഓർത്തുകൊണ്ടിരിക്കുന്നത് ഡിലീറ്റായി പോകുന്നതാണ്. നമ്മൾ ഗൂഗിൾ എന്തെല്ലാം കാര്യങ്ങൾ സെർച്ച് ചെയ്തിട്ടുണ്ടോ അത് ഇതുപോലെ കിടക്കുന്നതാണ് ഫോണിൽ. ഇത് നമ്മുടെ ഫോൺ മറ്റൊരാൾ കോൾ വിളിക്കാൻ വേണ്ടി മേടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മുടെ ഫോൺ എടുക്കുന്ന സമയത്ത് ഗൂഗിളിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് സെർച്ച് ചെയ്യുന്നതെന്ന് ഇതുപോലെ കാണാൻ സാധിക്കുന്നതാണ്. ഇത് കൈയോടെ നമുക്ക് ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ഒരുപാട് പ്രശ്നങ്ങളാവും പിന്നീട്. ഇത് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഗൂഗിളിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു 3 ഡോട്ട് ലൈൻ കാണാൻ സാധിക്കും. ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഹിസ്റ്ററി എന്ന് കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ കാണാൻ സാധിക്കുകയാണ് നമ്മൾ ഫോൺ മേടിച്ച അന്ന് മുതൽ സെർച്ച് ചെയ്തിരിക്കുന്ന മുഴുവൻ ഹിസ്റ്ററികളാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ? കാരണം ഒരു വർഷം മുമ്പുള്ള ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത കാര്യങ്ങൾ ഉൾപ്പെടെ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് മുഴുവനായിട്ട് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ബ്രൗസിംഗ് ഡേറ്റ എന്ന് കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് വരുന്ന സ്ക്രീനിൽ ബ്രൗസിംഗ് ഹിസ്റ്ററി, അതുപോലെ തന്നെ കുക്കീസ് ആൻഡ് സൈറ്റ് ഡേറ്റ, കേച്ച് ഇമേജ് ആൻഡ് ഫയൽസ്, സേവ്ഡ് പാസ്വേഡ്, ഓട്ടോ ഫിൽ ഫ്രം ഡേറ്റ, സൈറ്റ് സെറ്റിംഗ്സ്, ഇതെല്ലാം ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഇത് റൈറ്റ് സൈഡിൽ ആരോ മാർക്ക് കാണാൻ സാധിക്കും, ലാസ്റ്റ് ഹോർന്ന് കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ലാസ്റ്റ് 15 മിനിറ്റ് മുമ്പ് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത വിവരങ്ങളാണ് നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ലാസ്റ്റ് 15 മിനിറ്റ് കൊടുക്കാം, ലാസ്റ്റ് അവർ, ലാസ്റ്റ് 24 അവർ, ലാസ്റ്റ് 7 ഡേയ്സ്, ലാസ്റ്റ് വീക്ക്. അതായത് 15 മിനിറ്റ് മുമ്പ്, മണിക്കൂറുകൾക്ക് മുമ്പ്, 2 ദിവസം മുമ്പ്, അല്ലെങ്കിൽ 7 ദിവസം മുമ്പ്, 4 ആഴ്ച മുമ്പെല്ലാം നമ്മൾ സെർച്ച് ചെയ്ത വിവരങ്ങളാണ് നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഇതാ ഈ ലാസ്റ്റ് 4 വീക്ക് ക്ലിക്ക് ചെയ്താൽ മതി. നിങ്ങളുടെ ഫോൺ മേടിച്ച അന്ന് മുതൽ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്ത വിവരങ്ങൾ ഉൾപ്പെടെ നമുക്ക് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഓൾ ടൈം എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ അങ്ങ് സെലക്ട് ചെയ്യുക. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതാ നിങ്ങൾ ഈ സേവ്ഡ് പാസ്വേഡ് വേണമെങ്കിൽ ഇവിടെ എനേബിൾ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എല്ലാം കൊടുക്കുകയാണ്. അതിനുശേഷം താഴെ കാണുന്ന ഡിലീറ്റ് ഡാറ്റ എന്ന് പറയുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഡിലീറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഫോൺ മേടിച്ച അന്ന് മുതൽ ഗൂഗിൾ എന്തെല്ലാം കാര്യങ്ങളാണ് രഹസ്യമായിട്ട് നമ്മൾ സെർച്ച് ചെയ്തിരിക്കുന്നത്, എന്തെല്ലാം വിവരങ്ങളാണ് അറിഞ്ഞിരിക്കുന്നത്, അത് മുഴുവനായിട്ട് ഇവിടെ ഡിലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫോൺ നമ്മുടെ കുട്ടികളോ അല്ലെങ്കിൽ മറ്റാരും നമ്മുടെ ഫോൺ എടുത്തു കഴിഞ്ഞാലും ഫോണിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നുണ്ട് ഇതൊന്നും അവർക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല കേട്ടോ. ഇത് തികച്ചും സാധാരണക്കാരായ ഒരുപാട് ആളുകൾക്ക് ഈ ഒരു സെറ്റിങ്സ് അറിയില്ല. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്രമാത്രം ഉപകാരപ്രദമായിട്ടുണ്ട് ഈ വീഡിയോ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കല്ലോ. അതിനോടൊപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ഒരു യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്നവർ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. വീണ്ടും നമുക്ക് പുതിയൊരു അറിവുമായി മറ്റൊരു ദിവസം കണ്ടുമുട്ടാം.